ഹലോ ഗൈസ്. ഇപ്പം കുറച്ച് മുമ്പേ അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചു, പുതിയ വീഡിയോ ഒന്നും എടുത്തില്ലടാ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എത്ര ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എടുക്കാൻ. പിന്നെ ഇപ്പം ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്തോട്ടൊന്ന് വന്നതാണ്. രാവിലെ വണ്ടി എടുത്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. വണ്ടിയുടെ ജസ്റ്റ് ഓയിൽ ഫിൽറ്ററും എല്ലാം കൂടെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തൊരു താമസിക്കുന്നതിൻ്റെ റിഗാ സെൻറ്ററിൽ നിന്ന് അടുത്ത് ഒരു 3 കിലോമീറ്റർ പുറത്തേക്ക് മാറി ഒരു വർക്ക്ഷോപ്പുണ്ട്. അവിടെ ഒരു മലയാളിയാണ്, നമുക്കറിയാവുന്നൊരു ഫ്രണ്ടാണ്. അപ്പം അവൻ്റെ അടുത്തിട്ട് വന്നതാണ്. അപ്പോൾ അവന് മാറ്റാൻ വേണ്ടിയിട്ടെല്ലാം വണ്ടി കയറ്റിയിട്ടിരിക്കുന്നു. അപ്പോൾ 2-3 മണിക്കൂർ എടുക്കും. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള മാക്സിമം പോയി ഇതിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ നല്ല റെഗിന്ന് ഒത്തിരി ഡിസ്റ്റൻസ് ഇല്ല, പക്ഷെ എന്നാലും എന്താ പറയുക, പക്ക റെസിഡൻഷ്യൽ ഏരിയ ഫുള്ള് വീടുകളാണ്. മറ്റേ അപ്പാർട്ട്മെൻറ്റ്സ് അല്ലാതെ വീടുകൾ മാത്രമുള്ള കുറച്ച് ഏരിയ. അപ്പോൾ അത് വെറുതെ കാണിക്കാമെന്ന് വെച്ചു. ഓക്കെ, ഇപ്പം ഇവിടെ ടെമ്പറേച്ചർ പിന്നെയും കൂടി. അതായത് ഇപ്പോൾ ഏകദേശം 4-5 ഡിഗ്രി ഉണ്ട്, 5-6 ഡിഗ്രി ഉണ്ട്. ഇവിടുത്തെ സ്നോ എല്ലാം ഉരുകിപ്പോയി. ഒരു 2 ദിവസം മുമ്പേ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ഇവിടെ ഫുള്ള് സ്നോയൊക്കെ പിടിച്ച് ആയിരുന്നു. ഇപ്പം അത് മാറി, മൊത്തം മഞ്ഞെല്ലാം ഉരിപ്പാണ്. മഞ്ഞൊക്കെ ഇത്രയേ ഉള്ളൂ. കാരണം ഇത് ഇങ്ങോട്ടാണ് പറഞ്ഞ സെൻട്രലൊക്കെ എന്ന് വെച്ചാൽ മഞ്ഞ് മൊത്തത്തിൽ മാറി, എല്ലാം ഫുള്ള് മാറി. ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്നോ ഉള്ള സമയത്ത് സ്നോ മാറാവുന്ന ഒരു ദിവസം ഒരു ടെമ്പറേച്ചർ കുറയല്ലോ, ഒരു 0 ഡിഗ്രി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് പ്രശ്നം. ഈ സ്നോ എല്ലാം കൂടെ അലിഞ്ഞൊരു ഐസ് പോലെ ആവും. ആ ഒരു ടൈമിൽ ഇവിടെ തെന്നി വീഴാത്തതായിട്ട് ആരുമില്ല. ഞാൻ ബോൾട്ടൊക്കെ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് വണ്ടി ചുമ്മാ ഇരുന്നിങ്ങനെ കറങ്ങി തെന്നിപ്പോവും. അതുപോലെ ആയിരുന്നു. പക്ഷെ ഇപ്പം മാറി, ഇപ്പം അങ്ങനെയില്ല. പക്ഷെ എന്നാലും ചിലയിടത്ത് ഈ ബ്ലാക്ക് ഐസ് ഉണ്ട്. ഇതാണ് ഈ ബ്ലാക്ക് ഐസ് എന്ന് പറയുന്നത്. കാണാൻ പറ്റത്തില്ല. ഇതിപ്പം കുറഞ്ഞോണ്ട് അത്രേ ഉള്ളൂ. പക്ഷെ അല്ലാത്ത സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലാക്ക് ഐസ് ആയിരിക്കും. റോഡ് ഫുള്ള് മൊത്തത്തിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്രേക്ക് പിടിച്ചാലും നല്ല കട്ടിക്ക് ഐസുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് തെന്നി മാറത്തേ ഉള്ളൂ. അയ്യോ, ഇവിടെ എല്ലാവരുടെ കയ്യിലും പട്ടിയുണ്ട് ഗൈസ്. പക്ഷേ ഏരിയ നല്ല രസമുണ്ട് കാണാൻ, ഫുള്ള് വീടുകളൊക്കെ. ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് ഒരു 10 മിനിറ്റും കൂടെ വാക്കുണ്ട്. അപ്പോൾ വെറുതെ സംസാരിച്ചുകൊണ്ട് നടക്കാമെന്ന് വെച്ചോ. പിന്നെ നേരത്തെ ആ വീഡിയോയുടെ വണ്ടി എടുത്തതിൻ്റെ കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ വണ്ടി വേറെ പോയി സംസാരിച്ച് അവസാനം വേറൊരു വണ്ടി കിട്ടി. പുതിയൊരു വണ്ടി അവർ തന്നു, റെൻ്റ് എടുത്തത്തെ മാറ്റി. നമ്മൾ അവസാനം ഒത്തിരി നമ്മളായിട്ട് കളിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തരത്തില്ല, നമ്മുടെ കുഴപ്പമല്ല, അവരുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശരിക്കുള്ള സ്വഭാവം കാണിച്ചു. മര്യാദയ്ക്ക് തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, വണ്ടി തന്നു. അതിപ്പം ഓടിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡിൽ കൂടെ. പിന്നെ അത് ഇന്ന് തീരും. വണ്ടി റെൻ്റ് എടുത്തോ തീരും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ആ വണ്ടി ചോദിച്ചിട്ടുണ്ട്. ആ വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ്, ഒരു ഓടി. അപ്പം അത്യാവശ്യം മൈലേജും പവറും എല്ലാം ഉള്ള വണ്ടിയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെന്നിട്ട് റെൻ്റേക്കാരൻ്റെ അവിടെ ചെന്നിട്ട് എൻ്റെ പേര് മാറ്റി അവൻ്റെ പേരിലേക്ക് ആക്കണം. അപ്പോൾ അവനത് യൂസ് ചെയ്യാമല്ലോ. ഇതെല്ലാം ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ. യൂറോപ്പിലെ ഉള്ളിലുള്ള ഭംഗികൾ. ഇവിടെ എല്ലാം
ക്രിസ്മസ് പറയും കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഇങ്ങനെ ഡെക്കറേഷൻസും കാര്യം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലെ ആയിരിക്കത്തില്ല, രാത്രി പോകുമ്പോഴത്തേക്ക് കാണാം മിക്കയിടത്തും ലൈറ്റിങ്സ്. ഇപ്പം കാണാൻ പറ്റില്ല, ഇപ്പം കാണാനായിട്ട് കണ്ടത് ഇവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് ഈ വീട്ടിൽ. കണ്ടോ ഗേറ്റിൽ ഒരു സാധനം ഒക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. നൈറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. മിക്ക വീട്ടിലും വിൻഡോസിലാണെങ്കിലും മേളിൽ, ഈ വീടിൻ്റെ മേളിൽ അവിടെ കയ്യിലെല്ലാം അവർ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാ വീട്ടിലും പട്ടിയുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഫുള്ള് പട്ടികളാണ്. എന്താ പറയുക, നാട്ടിൽ ചെന്നൈയിലൊക്കെ നല്ല വെള്ളപ്പൊക്കമാണെന്ന് കേട്ടു. എന്താ ചെയ്യുക, ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്യുക സഹായങ്ങൾ. ഒരുപാട് ന്യൂസ് കാണുന്നുണ്ട് ഇവിടുന്ന്. സാധാരണ നാട്ടിൽ ഇരിക്കുമ്പോഴല്ല ഇങ്ങനത്തെ ന്യൂസ്. ഞാൻ നേരത്തെ കുവൈറ്റിൽ പോയപ്പോഴാണെങ്കിലും അവിടെ ഇരിക്കുമ്പോൾ നാട്ടിലിരിക്കുന്നതിനെക്കാട്ടി പെട്ടെന്ന് നമ്മൾ വെളിയിരിക്കുന്നവരറിയും ന്യൂസ്. കാരണം നമ്മുടെ ഫോണെല്ലാം ഈ ഫേസ്ബുക്ക് ആണെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മൾ പുറത്താകുമ്പോഴത്തേക്കും പുറത്തെ ന്യൂസ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് നമുക്ക് എത്തിക്കും. അപ്പം അറിയുന്നുണ്ട് ഇങ്ങനെ ഇപ്പോൾ ഇടയ്ക്കും കണ്ട് ഒരു ട്രെയിൻ അവിടെ സ്റ്റക്കായി പോയെന്നും. എന്താ ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 പേരെങ്കിലും എന്നെ വിളിച്ചു. അത് തന്നെ വലിയൊരു കാര്യം. ഈശ്വര, വഴി തെറ്റിയില്ല, ഇങ്ങോട്ടൊന്ന് തോന്നാം. എന്നെ വിളിച്ചായിരുന്നു ഇങ്ങനെ എൻക്വയറി ആയിട്ട്. എങ്ങനെയാ വന്നേ, എങ്ങനെയാ ചെയ്ത്, ഏത് ഏജൻസി വഴിയാണ് വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അത് എന്താ പറയുക, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഏജൻസി നമ്മൾ യൂട്യൂബിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, വന്ന ഏജൻസി കിട്ടില്ല, ഒരു രക്ഷയില്ല. പക്ഷെ കഴിഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് 100% ഷുവറാണ് ഏജൻസി ഫേക്ക് അല്ല എന്നുള്ളത്, നല്ല ഏജൻസിയാണെന്നുള്ളത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മളങ്ങനെ ഒരു ഇൻഫോർമേറ്റീവ് കണ്ടൻസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള കണ്ടൻസോ അങ്ങനെയൊന്നും ഇടാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ജസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന വീഡിയോസ് എന്നുള്ള രീതിയിൽ നമ്മളെ ഓർമ്മകൾ അത്രേ ഉള്ളൂ. പിന്നെ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവുന്നെങ്കിൽ അത്ര നല്ല. കാരണം വെച്ചാൽ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ വിളിച്ച് പറയേണ്ടതുണ്ട്. അതായത് സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആദ്യമായിട്ടൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത് ഇൻസ്റ്റയിൽ. എന്തായാലും ആ പയ്യനോട് താങ്ക്സ്. അങ്ങനെ അയക്കുന്നവരുണ്ട്. പിന്നെന്താ, അങ്ങനെ വരാൻ താല്പര്യമുണ്ട്. ലാറ്റ്വിയയിലേക്കാണെങ്കിലും യൂറോപ്പിലേക്കാണെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറും ഇൻസ്റ്റ ID യും എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, വിളിച്ച് മെസ്സേജ് അയച്ചാലോ ഇൻസ്റ്റയിലോ മെസ്സേജ് അയച്ചാൽ മതി. എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാൻ വന്ന ഏജൻസിയും ഞാൻ എൻ്റെ പേപ്പർ വർക്ക് ചെയ്ത ആരാണോ അവരുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത് തരാം. പിന്നെ നിങ്ങളുടെ കയ്യിലാണ് എല്ലാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിൽ പ്രത്യേകിച്ച് ഇൻവോൾവ് ആകത്തൊന്നുമില്ല. നമ്മളെ അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് 100% ഷുവർ. കാരണം ഞാൻ വന്നു, എൻ്റെ കൂടെയുള്ള നിതിൻ, എൻ്റെ റൂമിലുള്ള നിതിൻ, അവനും ഇതേ ഏജൻസിയാണ് വന്നത്. ഈ ലാറ്റ്വിയയിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഏജൻസി വഴിയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഷുവറാണ്. ബട്ട് എന്താ പറയുക, എൻ്റെ വാക്ക് കേട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പോയേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് പോയാൽ മതി. എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കേ. ഞാൻ ഒരു മിനിറ്റ്, ഞാനിവിടെ ചെറുതായിട്ടൊരു വഴി തെറ്റിയോ എന്നൊരു സംശയം. സബാഷ്, ഇത് എവിടെയാണ് ഗൈസ് നമ്മൾ? ഒരു മിനിറ്റ്, ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ട് വിളിക്കാം. ലൊക്കേഷൻ ഇട്ടിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, വഴി കറക്റ്റായിരുന്നു. പക്ഷെ ഒരു വട്ടം വന്നുള്ളത് കൊണ്ട് മറന്നുപോയി. അയ്യോ, ഇതാണ് പ്രശ്നം. തെന്നുന്നത് ഈ മഞ്ഞെല്ലാം വെള്ളം വീഴുമ്പോൾ ഇതുപോലെ ഐസ് കട്ടയാവും.
നല്ല ഷൈനി സർഫസോ. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ മഞ്ഞ് പെയ്യുമ്പോഴത്തേക്ക് മഞ്ഞിൽ കൂടെ നടക്കാൻ നമുക്ക് തെന്നത്തില്ല. ഐസ് ആവുമ്പോഴത്തേക്കാണ് പ്രശ്നം. ഇത് ബ്ലാക്ക് ചെയ്ത് അയ്യോ അതും തല്ലി വീണ നല്ല രസമാണ്. ഇവിടെ കോളേജിൻ്റെ സൈഡിൽ പാർക്കിംഗ് ലോട്ടുണ്ട്. അവിടെ ഫുള്ള് മഴ പെയ്തപ്പോഴത്തേക്ക് ഫുള്ള് ബ്ലാക്ക് ഐസ് ആയി. അതായത് അവിടെ കൊണ്ട് വണ്ടി ഇടുന്നവരെല്ലാവരും ഇറങ്ങുന്നത് നേരെ നൽകുന്നില്ല. അവിടെ അമ്മ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ പറഞ്ഞു കേൾക്കണം. അതായത് പിന്നെ ലാസ്റ്റിൽ അവിടെ കൊണ്ടിടാൻ നേരത്ത് ഒരുത്തം കൊണ്ടിടും വണ്ടി, എല്ലാ വണ്ടിയും കൊണ്ടിട്ട് തിരിച്ചു വരും. കാരണം കൊണ്ടിടുന്നവരെല്ലാം തെന്നിരിച്ച് വീഴുക. ഈ ഒരു സീൻ ഇതാണ് പ്രശ്നം. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? സൂര്യപ്രകാശം കാണാൻ കുറേ നാളുകൾക്ക് ശേഷമാണ്. ഹൈ ക്രിസ്മസ് എന്താ കുറേ നാളുകൾക്ക് ശേഷമാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. പക്ഷേ പുറത്തോട്ട് രാവിലെ ഇറങ്ങുന്നത്. രാത്രിയാണ് ബോൾട്ട് ഓടാൻ പോകുന്നത്. രാത്രി ബോൾട്ട് ഓടി പോയി കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് എല്ലായിടം ഫ്രീയാണ്. അതായത് നമുക്ക് മിക്കയിടത്തും പാർക്കിംഗ് എന്ന് പറയുന്നത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ നൈറ്റ് പാർക്കിംഗ് ഫ്രീ ആയിരിക്കും. പിന്നെ ഇൻ കേസ് ഇന്നലെ പക്ഷേ ചില കബാബ്സിൻ്റെ ഫ്രണ്ടിലൊന്നും ഒരു മെയിൻ റോഡായിരിക്കും. അതായത് ഒരു 3 ലൈൻ റോഡാണെങ്കിൽ, ഹൈവേ അല്ല 3 ലൈൻ റോഡൊക്കെ ഉണ്ട് ഒതുക സെൻറ്ററിൽ. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഈ കബാബ് ഷോപ്പ് ഉണ്ടെങ്കിൽ നമുക്കവിടെ നിർത്താൻ പാർക്കിംഗ് കാണത്തില്ല. ഒരു 300-350 മീറ്റർ അപ്പുറത്ത് പോയി പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് ഇതിലേക്ക് കയറ്റി ഫുട്പാത്തിലേക്ക് കയറ്റിയിട്ട് നിർത്തും. കാരണം വെച്ചാൽ ഈ വെളുപ്പാങ്കാലത്ത് 2:30-3:00 ആരും വരത്തില്ല. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ പോലീസൊന്നും പറയത്തില്ല. പക്ഷെ ചിലർ പറയും. ഇന്നലെ ഞങ്ങളങ്ങനെ പോയപ്പോൾ ഒരു പയ്യനെ പിടിച്ചു, പോലീസ് പിടിച്ചായിരുന്നു ഇങ്ങനെ സൈഡ് പാർക്കിങ് ചെയ്യാൻ. ഈ പാർക്കിംഗ് മാത്രമേ ഉള്ളൂ ഈ വോൾട്ട് ഓടുമ്പോൾ ഇഷ്യൂ. ഞാൻ വൈകിട്ട് വീഡിയോ എടുക്കാൻ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് സ്റ്റോറേജ് ഫുള്ളായി, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നിപ്പോൾ വൈകിട്ട് ബോൾട്ട് ഓടാൻ വന്നതാണ്. അപ്പം ബോൾട്ട് ഓടുന്ന സമയത്ത് ഇപ്പോൾ ഒരു 2 മിനിറ്റ് മുമ്പേ സ്നോ പെയ്യാൻ തുടങ്ങിയതാണ്. കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചപ്പം ഫുള്ള് മഞ്ഞെല്ലാം പോയെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല, വിത്തിൻ സെക്കൻഡ്സാണ് ഇവിടെ മൊത്തം വെളുക്കുന്നത്. കാണാൻ പറ്റുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. സ്നോ കാണാൻ പറ്റുമോ? ഇതാണ് ഇവിടുത്തെ സ്നോഫോൾ. ബോൾട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിവിടെ കാണിച്ചേക്കാന്ന് വെച്ചു. അപ്പോൾ വണ്ടി കാണിച്ചപ്പോഴത്തേക്ക് വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടിയുടെ എൻജിൻ ഓയിൽ, ഫിൽറ്റർ എല്ലാം മാറ്റി. വണ്ടിക്ക് ഇപ്പം അത്യാവശ്യം നല്ല പുള്ളിങ്ങും വ്യത്യാസം അറിയുന്നുണ്ട് വണ്ടിയുടെ ഇതെല്ലാം മാറ്റിയപ്പോഴത്തേക്ക്. അങ്ങനെ ഇരിക്കുന്ന ആ കാര്യങ്ങൾ ഇവിടെ ഫുള്ള്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് വരുന്നതാണ്. 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എല്ലാം വെളുത്തു. ഇപ്പം എല്ലാം പച്ചപ്പ് വന്നതായിരുന്നു, പിന്നെയും വെളുത്തു. ഫുള്ള് മഞ്ഞാണ്. ഓക്കെ, അപ്പം ഇതൊരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം. കണ്ടന്റ് ഒന്നുമില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. പ്രത്യേകിച്ച് ഒരു കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ ഒരു ദിവസം നോക്കട്ടെ ഞാൻ ബോൾട്ട് ഓടുന്നതിനെ പറ്റി, ഇതിൻ്റെ ഇങ്ങനത്തെ മഞ്ഞത്തെ ഒരു ഡിഫിക്കൽട്ടി എന്തൊക്കെയാണ് ഇവിടുത്തെ കുട്ടികൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എന്ന രീതിയിൽ ഒരു ബോൾട്ടിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ നോക്കാം അടുത്ത പ്രാവശ്യം. എനിവേ ടിൽ ദെൻ അടുത്ത വീഡിയോ കാണാം. ബൈ.